ഹലോ കൂട്ടുകാരെ, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്ന് പ്രധാനമായും കുറച്ച് കാര്യങ്ങൾക്കാണ് പുറത്തു പോയത് കേട്ടോ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അഞ്ചൽ വീട്ടിലെ കാവിലെ കഞ്ഞി വിത്തും കലശവുമായിരുന്നു, കഞ്ഞി സദ്യ. ഞങ്ങളവിടെ പോയി കഞ്ഞിയൊക്കെ കുടിച്ചു, കുടുംബത്തിലെല്ലാവരെയും കണ്ടു. കുറച്ച് എല്ലാവരെയും കാണാനുണ്ടായിരുന്നു, എല്ലാവരെയും കണ്ടു. അമ്മയെ കണ്ടു, ചിറ്റപ്പനെ കണ്ടു, എല്ലാവരെയും കണ്ടു. ചിറ്റപ്പൻ്റെ ഞങ്ങളൊരു യാത്ര പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതിന് ദക്ഷിണയൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. വീട് തൊട്ട് മേളിൽ തന്നെയാണ്, കാവാണ് കാണുന്നത്, സർപ്പക്കാവാണേ. സർപ്പക്കാവ് കാട് പിടിച്ച് തന്നെ കിടക്കുവാണ്. പിന്നെ ഞങ്ങൾ നേരെ പോയത് പുനലൂരിലേക്കാണ്. പോകുന്ന വഴിക്ക് പ്രഥമനും ബിരിയാണി തേനും ഒക്കെ കച്ചവടം ചെയ്യുന്ന ഒരു വഴിയോര കട കണ്ടു. അവിടെ കയറി പായസം വാങ്ങിച്ച് കുടിച്ചതാണേ പ്രഥമൻ. നല്ല രസമുണ്ട്. ഇത് എവിടുന്നാന്ന് പറഞ്ഞാൽ അഞ്ചയിൽ നിന്ന് പുനലൂർ പോകുന്ന വഴിക്കാണ്. അടുക്കള മൂലയെന്ന് പറയും. അവിടെ നല്ല ഓർഗാനിക് സാധനങ്ങളാണ് കേട്ടോ. തേനൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഫോൺ നമ്പരും ഒക്കെ. പ്രഥമനൊക്കെ ആവശ്യമുള്ളവർക്ക് അവർ അതിൻ്റെ ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കും. നല്ല രുചിയായിരുന്നു കേട്ടോ അത്യാവശ്യം. പക്ഷേ എനിക്ക് ഇച്ചിരി മധുരം കൂടിപ്പോൾ. എനിക്ക് അത്രയും മധുരം വേണ്ട, ഞാൻ കുറച്ചേ മധുരം കഴിക്കത്തുള്ളൂ. പുനലൂരിൽ നിന്ന് അഞ്ചലോട്ട് വരുന്ന വഴിക്കാണ് അടുക്കള മൂല. ഞങ്ങളിപ്പോൾ അഞ്ചയിൽ നിന്ന് പുനലൂരോട്ട് പോവുകയാണ്. ഞാൻ ആ പായസം ഒരു കപ്പ് കുടിച്ചപ്പോഴത്തേക്ക് എനിക്ക് മധുരം കാരണം, എനിക്ക് സാധാരണ പായസം ഇഷ്ടമാണ്, പക്ഷേ അത് മധുരം കാരണം എനിക്ക് കുടിക്കാൻ പറ്റുന്നുണ്ടില്ലായിരുന്നു. നല്ല രീതിയിൽ മധുരം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയത് പുനലൂർ തൂക്കുപാലത്തിലേക്കാണ് കേട്ടോ. തൂക്കുപാലം എന്ന് പറഞ്ഞാൽ എടുത്ത് പറയണ്ടല്ലോ, കേരളത്തിലും ലോകത്തിലെ എല്ലാവർക്കും, ഒറ്റവിധ ആൾക്കാർക്കെല്ലാം അറിയാം. ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാണ് കേട്ടോ. അത് ആന കയറി 10 ആന കയറിയാലും അത് പൊട്ടിപ്പോവില്ല. ഇതിൻ്റെ ചങ്ങലയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 4 സൈഡിലും ഓരോ കിണറുകളുണ്ട്. ആ കിണറിനുള്ളിലാണ് സ്ഥാപിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. കുറേ നാൾ ഇത് അടച്ചു പൂട്ടിയിട്ടിരുന്നു. ഭയങ്കര എന്താ പറയുക, ആൾക്കാർക്ക് കയറാൻ പറ്റാത്ത രീതിയിൽ അടച്ചു പൂട്ടിയാണ് ഇട്ടിരുന്നത്. ദേഹൂട്ടിക്ക് അവിടെ കയറിയപ്പോഴത്തേക്ക് ആരോ ഒരുപാട് കയറി ചാടിയപ്പം ഇത് കുലുങ്ങി. എനിക്കും പേടിയായിട്ടോ, ദേഹൂട്ടിക്കും പേടിയായി, എനിക്കും പേടിയായി. ദേഹൂട്ടി പറയും അമ്മ പേടിയാവണമെന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം വെക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് നമ്മൾ പ്രവീൺ പ്രണവിൻ്റെയൊക്കെ അമ്മമ്മയുടെ നാടായ ആർച്ചിലേക്കാണ്. അവിടെയാണ് പ്രസിദ്ധമായ ഓലിയരക് വെള്ളച്ചാട്ടമുള്ളത്. വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നുമോ അത് ഭംഗിയാണെന്ന്? ഭംഗി തന്നെയാണ്, പക്ഷേ അതിനൊപ്പം തന്നെ അപകടമാണ്. ആ പോകുന്ന വഴിക്കുള്ള സ്ഥലങ്ങളൊക്കെ, ഗ്രാമം എന്ന് പറഞ്ഞാൽ ഇതാണ് ഗ്രാമം. ഗ്രാമത്തിൻ്റെ ഭംഗി അവിടെയാണ്. കൃഷികളൊക്കെ 2 സൈഡും തോടും കനാലും. ഇതാണ്ട് ഈ കട നിങ്ങൾക്ക് പരിചയമുണ്ടോ? പരിചയം കാണും. ഇതാണ് കൊച്ചുവിൻ്റെ അച്ഛമ്മയുടെ അമ്മാമ്മയുടെയും കട. ദേവുട്ടി അവരെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ വീട്ടില് ഈ കട കണ്ടിട്ടുണ്ട്. പൈസ കടയിൽ കൊടുത്തിട്ടുണ്ടോ? അതോ ഞങ്ങൾക്ക് യൂട്യൂബ് ഉണ്ട്. ആ അമ്മാമ്മയെ നിങ്ങൾക്കൊക്കെ പരിചയം കാണില്ലേ? കൊച്ചുവിൻ്റെയും പ്രണവ് കൊച്ചുവിൻ്റെയും പ്രവീണിൻ്റെയൊക്കെ അമ്മയുടെ അമ്മയാണ്. അവരുടെ കടയാണിത്. ഒരുപാട് സ്നേഹമുള്ള ഒരു അച്ഛനും അമ്മയും. എന്തോ ഒരു സ്നേഹമാണെന്നറിയാമോ? എനിക്കിതിൽ നിന്നൊക്കെ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റി. ഞാൻ ഇടയ്ക്ക് കൊച്ചുവിനായിട്ട് കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പാവം പയ്യൻ, ഒരുപാട് സംസാരിക്കാതെ ഒരു നാണം കുണുങ്ങിയ ഒരു പ്രകൃതമാണ് അവന്. എന്തായാലും ഈ അച്ഛമ്മയുടെയും ഈ അച്ചാച്ചൻ്റെയും പ്രകൃതം ആ മക്കൾക്കും കിട്ടിക്കാണുമല്ലോ. എനിക്കങ്ങ് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവിടെ ആൾക്കാരൊക്കെ വന്നു, ഞങ്ങൾ യൂട്യൂബ് ചാനലൊക്കെ ചോദിക്കുവാണ്, അതൊക്കെ കാണിച്ചു കൊടുത്തു. പിന്നെ ഞാൻ ആ പരിസരമൊക്കെ നടന്ന് കാണുമായിരുന്നു. എനിക്കാണെങ്കിൽ അങ്ങ് കണ്ടിട്ടും മതി വരുന്നില്ല കേട്ടോ. ദേവൂട്ടി അവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ സംസാരിക്കുവാണ്, പാട്ടൊക്കെ പാടി. ഞങ്ങൾ അവിടുന്ന് അവരോട് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ ഓലിയരുക് വെള്ളച്ചാട്ടത്തിലേക്ക് പോയി. അവിടുന്ന് കുറച്ച് മുന്നോട്ടേ ഉള്ളൂ. പോകുന്ന വഴിക്കെല്ലാം കപ്പ കൃഷി, വാഴ കൃഷി, കുരുമുളക്, ഇഞ്ചി, അങ്ങനെ അടയ്ക്കാമരങ്ങൾ, അങ്ങനെ എന്താ പറയുക, ഒരു ഗ്രാമത്തിൽ വേണ്ടുന്ന
അരി ഈ പാവയ്ക്കയില്ലേ, പാവയ്ക്ക അതായത് വയൽ കൃഷിയില്ല, അരി കൃഷിയില്ല, ബാക്കി എല്ലാം ഉണ്ട് അവിടെ. ഇടയ്ക്കിടയ്ക്ക് വഴുതനകളും ചേനയും ചേമ്പും കാച്ചിലും എല്ലാം നട്ടിരിക്കുന്ന കണ്ടു. പോകുന്ന വഴിക്കെല്ലാം ഓലിയരുകി വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന കൊച്ചു തടാകം, എന്താ പറയുക, തോടാണ് കേട്ടോ. ഈ വെള്ളച്ചാട്ടം ഇരിക്കുന്ന ഏരൂർ ഗ്രാമപഞ്ചായത്തിലാണ് കേട്ടോ. അത് പഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുണ്ട്. അത് ടൂറിസമാക്കാനുള്ള പരിപാടിയാണ്. അത് നമ്മൾ എന്താ പറയുക, നമ്മളവിടെ ചെന്നപ്പോഴത്തേക്ക് ശരിക്കും ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഇത് കുറ്റാലത്തു നിന്നും പാലരുവിയിലൊക്കെ പോയിട്ട് വന്ന ആൾക്കാർ അവിടെ വന്ന് ആസ്വദിച്ച് കുളിക്കുന്നുണ്ടായിരുന്നു. വെള്ളത്തിന് നല്ല തണുപ്പുണ്ടായിരുന്നു. ഞാൻ നോക്കുമ്പോൾ ഈ ഒരു വെള്ളച്ചാട്ടമേ കണ്ടുള്ളൂ. ഞാൻ കരുതി അത് മാത്രമായിരിക്കുമെന്ന്. പക്ഷേ അതല്ല കേട്ടോ. അത് കണ്ട് അതിൻ്റെ ഭംഗി ആസ്വദിച്ച് അവിടെ ഇറങ്ങിച്ച് കാലൊക്കെ നനയ്ക്കാൻ ചോദിച്ചപ്പോഴത്തേക്ക് അവിടെ ഇതിന് മുന്നേ അപകടം നടന്നതുകൊണ്ട് തിട്ട കെട്ടിയിട്ട് മതിൽ പോലെ ചെറിയ ഗ്രില്ല് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ വിചാരിച്ചു അത്രേ ഉള്ളെന്ന്. പക്ഷേ അത്രയില്ലായിരുന്നു. എൻ്റെ കൂടെ വന്ന പെൺകുട്ടിയും ആദ്യത്തിൻ്റെ അമ്മയും, അതായത് ഒരു കുഞ്ഞു പയ്യനെ ഞങ്ങൾ പരിചയപ്പെട്ടിരുന്നു. അവൻ്റെ അമ്മയും കൂടിയാണ് ഞങ്ങളെ കൂടെ വന്നത്. ഞങ്ങളെ അവിടെ നിന്ന് മുകളിലേക്ക് കൊണ്ടുപോയി. ഞങ്ങൾ നോക്കുമ്പോൾ അവിടെ 2-3 ആൾക്കാരേ ഉള്ളൂ. പക്ഷേ അല്ല കേട്ടോ. ഞങ്ങൾ മെല്ലെ മുകളിലേക്ക് പോയപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവർ കുറേ ചെക്കന്മാരാണ് കേട്ടോ. അവന്മാർ ഒരു വിധത്തിൽ കുളിച്ച് കയറുന്നില്ല. എനിക്കതിൻ്റെ കീഴിൽ നിന്ന് കുളിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അവന്മാരുടെയൊക്കെ എങ്ങനെയാ വെച്ചാൽ നീ ഇന്ന് കുളിക്കുന്നത് പറ്റാത്ത കാര്യമാണ്. ഞാൻ കുറേ വെയിറ്റ് ചെയ്തു. അവിടെ നിന്ന് നടന്ന് ഞങ്ങൾ മെല്ലെ നടന്ന് മേലോട്ട് ചെന്നപ്പോഴത്തേക്ക് ചെറിയ അരുവി കണക്ക് ഇങ്ങനെ ഒഴുകി വരുന്നു. ഇത്രയും എന്താ പറയുക, വലിയ മഴയൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. കുറച്ച് മഴയേ കിട്ടിയിട്ടുള്ളൂ. അവർ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഒരിക്കലും പറ്റില്ല, എപ്പോഴും വെള്ളം കാണും. ഒരുപാട് മുകളിൽ നിന്നും തട്ടി ഒഴുകി വരുന്ന വെള്ളമാണ്, ഔഷധ ഗുണമുള്ള വെള്ളമാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത് കേട്ടോ. പക്ഷേ ഞാൻ അതിശയിച്ചു പോയി. ഇത്രയും ഉണക്കുണ്ടായിട്ട് ഇവിടെ ഇത്രയും വെള്ളം കിട്ടുന്നത് സാധാരണഗതിയിൽ ഇങ്ങനെയൊന്നും വെള്ളം എങ്ങും കാണുന്നതല്ല. എന്തായാലും ഞങ്ങൾ കണ്ട് മുകളിലേക്ക് ചെന്നു. അവിടെ ഞാൻ വിചാരിച്ചു ഈ ഒഴുകി വരുന്നതേ ഉള്ളൂ, ഇത്രയൊക്കെ ഉള്ളൂ എന്ന്. അവിടെ നിന്ന് മെല്ലെ നടന്ന് ഞങ്ങൾ മുകളിലേക്ക് എത്തി കേട്ടോ. മുകളിലേക്ക് ചെന്നപ്പോഴത്തേക്ക് എനിക്ക് എന്താ പറയുക, അതിശയം തോന്നിപ്പോയി. സാധാരണ ഈ വേനൽക്കാലത്ത് ഇങ്ങനെയൊന്നും ഒരു വെള്ളം കാണുന്നതൊന്നും എങ്ങും കണ്ടിട്ടില്ല ഞാൻ. എല്ലായിടവും വറ്റി വരേണ്ട ഒരു ചെറിയ ചാല് പോലെയല്ലേ ഒഴുകുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല, ഇരച്ച് കുതിച്ച് നല്ല ശക്തിയിൽ വെള്ളം വരുന്നുണ്ടായിരുന്നു. It's not a game, it's a rich thing. അവിടെ നിന്നും മെല്ലെ മുകളിലേക്ക് കയറി കേട്ടോ. ഇതിപ്പോൾ ഒരുപാട് തട്ടായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അവിടെ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ വലിഞ്ഞു പിടിച്ച് മുകളിലേക്ക് കയറാൻ ഇച്ചിരി പാടായിരുന്നു. എൻ്റെ തടിയും വെച്ചിട്ട് വലിഞ്ഞു പിടിച്ചൊക്കെ കയറി, കമ്പുകളിൽ പിടിച്ചും പാറയിൽ പിടിച്ചും എങ്ങനെയെങ്കിലും വലിഞ്ഞു പിടിച്ച് ഞങ്ങൾ മുകളിലേക്ക് എത്തിയപ്പോൾ എനിക്ക് എന്താ പറയുക എന്ന് എനിക്കറിയില്ല. എൻ്റെ ഫോണിൽ കറക്റ്റായിട്ട് കിട്ടണില്ല കേട്ടോ. ആ ഒരു ഏരിയ ഫുള്ളും കാണാമായിരുന്നു. അതിമനോഹരമായ കാഴ്ചയായിരുന്നു, കണ്ണിന് കുളിര് നൽകുന്ന കാഴ്ച. അവിടെ ഒരു ചെറിയൊരു അമ്പലവും ഒരു കാവ് പോലെയാണ് കേട്ടോ, ഒരു കാവ് പോലെയും. പിന്നെ അവിടുന്ന് മുകളിലേക്ക് പിന്നെയുണ്ട്. അവിടുത്തെ മുകളിൽ നിന്ന് ആൾക്കാർ കുളിക്കുന്നുണ്ട്. അവിടത്തേക്ക് അധികം സ്ത്രീകളാരും പോകുന്നില്ല. പക്ഷേ ഈ ഒരു സ്ഥലത്തെന്ന് പറഞ്ഞാൽ മഴ പെയ്താൽ ഇവിടെ അങ്ങ് നിൽക്കാൻ പറ്റത്തില്ല. അത്രയ്ക്കും
പരന്നൊഴുകുമെന്നാണ് പറയുന്നത് കേട്ടോ. പരിസരത്ത് അങ്ങോട്ട് ആ ഭാഗത്തോട്ടൊക്കെ അങ്ങ് വെള്ളമായിരിക്കും. അവിടെ കുറേ പെൺപിള്ളേരൊക്കെ നിന്ന് കുളിക്കുന്നു. കാരണം താഴെ ചെറുക്കന്മാർ അടങ്കലെടുത്തിരിക്കുവാണെന്ന് തോന്നുന്നു. അവന്മാർ മണിക്കൂറോളം നീരാടുമായിരുന്നു. അത്രയും തണുത്ത വെള്ളം, അവരെ കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ. എനിക്കാണെങ്കിൽ ആ ഒരു ഇതിനകത്ത് വെള്ളം കാലിട്ട് ഇരുന്നിട്ട് എനിക്ക് കയറി വരാൻ വയ്യായിരുന്നില്ല. പോത്തിനെ വെള്ളത്തിൽ കൊണ്ടിട്ടാണൊക്കെ ഞാൻ ആ വെള്ളത്തിൽ അവിടെ കിടക്കുമായിരുന്നു. എനിക്ക് കയറി വരാൻ മനസ്സിലായിരുന്നു. സന്ധ്യ ആയപ്പോഴാണ് ഞാൻ അവിടെ നിന്ന് കയറിയത്. ദേവുട്ടിയൊക്കെ ആണെങ്കിൽ അവിടെ കൂട്ടുകാരെയൊക്കെ കിട്ടി ദേവുട്ടി അവിടെ കമ്പനി അടിച്ച് അവരുടെ കാര്യം പറയുക, പാട്ട് പാടുക, ആകെ ഒരു ബഹളമാണ്. ദേവുട്ടിക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ പോകുന്നത്. അവൾക്ക് ഞാനും വിചാരിച്ചു നമ്മളെ ചുറ്റുവട്ടമാണ്, ഒരുപാട് ദൂരെയൊന്നും അല്ല. ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. അഞ്ചലിൽ നിന്ന് കടയ്ക്ക് നിന്ന് അഞ്ചലിൽ നിന്ന് പുന്നൂർക്ക് പോകുന്ന വഴി മാവിള ഇന്ന് വിളക്കുപാറ പോകുന്ന റൂട്ടിലാണ് ഈ ആർച്ചിൽ സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത്. ഏരൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലുള്ളതാണ് ഇത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ചെന്നിട്ട് വെള്ളത്തിലൊക്കെ കിടന്നിട്ട് പോത്തിനെ വെള്ളത്തിലൊക്കെ അന്നിനെ കയ്യം കാണിക്കണമെന്നൊരു ചൊല്ലില്ലേ, അത് കണക്കായിരുന്നു. ഞാൻ അതിനകത്തിട്ട് കിടന്ന് ഞെരുക്കി ദേഹം മൊത്തം വെള്ളമായി. എനിക്ക് ആ വെള്ളച്ചാട്ടത്തിൻ്റെ കീഴിൽ ചെന്നിരിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ചെറുക്കന്മാർ ഒരു രീതിയിലും പോണില്ല. അവന്മാർക്ക് മനസ്സിലായി ഞാൻ മനസ്സിൽ പ്രാവുക എന്നുള്ളത്. അതുകൊണ്ട് അവന്മാർ ആ വൈരാഗ്യത്തിൻ്റെ അപ്പുറത്താണോ എന്നറിയത്തില്ല, കൂടുതൽ ശക്തിയോടെ ആ പാറപ്പുറത്തോട്ടൊക്കെ വലിഞ്ഞു പിടിച്ച് കയറിയിരുന്ന് കുളിക്കണുണ്ട്. ഞാൻ നീയൊക്കെ കുളിക്കുക എന്നുള്ള മനസ്സിലൊക്കെ ത്യാഗിക്കൊണ്ടാണ് ഞാൻ ഇറങ്ങിയത് കേട്ടോ. എന്തായാലും എല്ലാവരും ഒരു പ്രത്യേക വൈബാണ്. പ്രായമുള്ളവരായാലും കയറാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ കൂടി അവരൊക്കെ വന്ന് അവിടെ വൈബടിച്ചിരിക്കുമായിരുന്നു. ദേവുട്ടിയമ്മ അവിടെ നിന്ന് ഭയങ്കര പാട്ടൊക്കെ ആയിരുന്നു കേട്ടോ. അവർക്കെല്ലാം ഭയങ്കര സന്തോഷമായി. എസ്പെഷ്യലി അവിടെയുള്ള ആൾക്കാർ ഇവിടുത്തെ കാര്യങ്ങൾ പറയാം കേട്ടോ. അവർ പറയുന്നുണ്ട് ഇത് ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തു, ഉടനെ ഇത് വലിയ സിസ്റ്റങ്ങൾ വരും, അങ്ങനെ വരും ഇങ്ങനെ വരും. തമ്പുരാനറിയാം നമ്മുടെ കേരളത്തിൽ എന്തോരം ടൂറിസ്റ്റ് സാധ്യതകളാണുള്ളത്. എവിടെ നടപ്പാക്കാനാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഇത് തമിഴ്നാടിൻ്റെ കയ്യിലൊക്കെ ആയിരുന്നെങ്കിലുണ്ടല്ലോ സെറ്റായിരുന്നേനെ. അത്രയും മനോഹരമായ സ്ഥലങ്ങൾ നമ്മളെ കൊല്ലം ജില്ലയിൽ തന്നെ എന്തോരം ഉണ്ടെന്നറിയാമോ. തമിഴ്നാടൊക്കെ ആണെങ്കിൽ കന്യാകുമാരി തമിഴ്നാട് കൊണ്ടുപോയത് കാര്യമായി, അതിപ്പോൾ ഡെവലപ്പായില്ലേ. അതുകൊണ്ട് അവർക്ക് ഒരുപാട് വരുമാനം കിട്ടുന്നുണ്ട്. അതിനനുസരിച്ച് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നതുമുണ്ട്. ഞാനവിടെ ഇരുന്നിട്ട് എനിക്ക് കയറി പോരാൻ മനസ്സില്ല. ഞാൻ ആ വെള്ളത്തിൽ കിടന്ന് നീന്തി തുടിക്കുമായിരുന്നു. എന്തായാലും എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങും കേട്ടോ. തിരിച്ചിറങ്ങാൻ സമയമായി. ഞങ്ങൾ തിരിച്ചിറങ്ങി പോകുന്ന വഴിക്ക് എന്താ പറയുക, കൊച്ചുവിൻ്റെ കടയിൽ കയറി അവരോട് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഹാപ്പി ആയിട്ടാണ് തിരിച്ചു വന്നത്. ഞാൻ പറഞ്ഞില്ല എനിക്കിങ്ങനെയൊന്നും ഞാൻ പോയിട്ടില്ല. എൻ്റെ ആദ്യത്തെ അനുഭവമാണ് സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാനായിട്ട് പോയത്. ഒരുപാട് നാളോട് ഞാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് ഇങ്ങനെയൊക്കെ പോകണം, കാണണം. അപ്പം ഞാൻ ഇറങ്ങിയത് ഈ വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ. നിങ്ങളെയൊക്കെ കാണിക്കാൻ ആ കൂട്ടത്തിൽ എനിക്കും കാണാം. ഇതൊക്കെ ഒരു സന്തോഷം. നമ്മളെ വീടിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. അധികം ദൂരം ഒന്നുമില്ല, ഒരുപാട് വണ്ടിക്കൂലിയോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്കൊക്കെ വരാൻ പറ്റുമെങ്കിൽ ഒന്ന് കാണട്ടോ. എന്തായാലും ഞങ്ങൾ ഇറങ്ങി താഴേക്ക് പോകണം. ദേവുനെ പറഞ്ഞല്ലോ, ദേവുനെ റിസ്ക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു.